സബ്സിഡി ഇനങ്ങൾക്കടക്കം വില വർദ്ധിച്ചതോടെ സപ്ലൈകോയെ കൈയൊഴിഞ്ഞ് ജനങ്ങൾ. ഇതോടെ സംസ്ഥാനത്തെ പ്രധാന സപ്ലൈകോ ഔട്ട്ലെറ്റുകളിലടക്കം ആളൊഴിഞ്ഞു കിടക്കുന്ന അവസ്ഥയിലാണ്. 55% സബ്സിഡി 35%ആക്കി സർക്കാർ വെട്ടിക്കുറച്ചതോടെ 13 ഇനം സാധനങ്ങൾക്കാണ് വില വർദ്ധിച്ചത്. സാധാരണക്കാരന് ആശ്രയമായിരുന്ന സപ്ലൈകോയിൽ വില വർദ്ധിച്ചതോടെ ജനങ്ങൾ ദുരിതത്തിലാണ്. അവശ്യ സാധനങ്ങളുടെ സബ്സിഡി 55%-ൽ നിന്നും 35%-ആയാണ് കുറച്ചത്. അരി, പഞ്ചസാര, വെളിച്ചെണ്ണ, ചെറുപയർ തുടങ്ങി 13 ഇനങ്ങളുടെ സബ്സിഡിയാണ് കുറച്ചത്. വില കുറഞ്ഞ ഇനങ്ങളിൽ വെളിച്ചെണ്ണ മാത്രമാണ് വിൽപ്പനയ്ക്കുള്ളത്. സാധനങ്ങൾ എത്താത്തതിനാൽ ഔട്ട്ലെറ്റുകൾ പലതും കാലിയാണെന്ന് പറയാം. പണം കൊടുക്കാനുള്ളത് കൊണ്ട് വിതരണക്കാർ ടെൻഡർ നടപടികളിൽ പോലും പങ്കെടുത്തിരുന്നില്ല. 500 കോടിയിലധികം രൂപയാണ് വിതരണക്കാർക്ക് കൊടുക്കാനുള്ളത്. പൊതുവിപണിയിലെ വിലയ്ക്ക് തുല്യമായതോടെ സാധാരണക്കാരടക്കം സപ്ലൈകോയെ കൈയൊഴിഞ്ഞു കഴിഞ്ഞു. ചില വ്യാപാര സ്ഥാപനങ്ങൾ ഓഫറുകൾ അടക്കം നിരത്തിയതോടെ സപ്ലൈകോ ഔട്ട്ലെറ്റുകളിലേക്ക് ഇപ്പോൾ തന്നെ ആളുകൾ എത്താത്ത അവസ്ഥയാണ്. അതിനാൽ വീണ്ടും വില കൂട്ടിയത് സപ്ലൈകോയ്ക്ക് തിരിച്ചടിയാകുമെന്ന് തന്നെയാണ് വിലയിരുത്തൽ. പൊതുവിപണിയിൽ വില ഉയർന്നാൽ ഇടപെടാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ് സർക്കാർ. വില വർധനവ് ഉണ്ടാകില്ലെന്ന ഇടതുപക്ഷത്തിന്റെ പ്രകടന പത്രികയ്ക്ക് വിലയില്ലാതായതോടെ വലിയ പ്രതിഷേധത്തിലാണ് ജനങ്ങൾ. ജനം, കോഴിക്കോട്.